നമസ്കാരം. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഒടുവിൽ ഇതാ പുലി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRലുമായി നടത്തിയ അനധികൃത ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നു എന്ന് നാളുകളായി കേൾക്കാൻ തുടങ്ങിയിട്ട് PC ജോർജിന്റെ മകൻ, അതായത് ഇന്നലെ BJPയിലേക്ക് രംഗപ്രവേശം ചെയ്ത PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഈ വിഷയത്തിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം മാത്രം പോരാ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു. എന്നാൽ ഇപ്പോൾ സ്വമേധയാ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വാർത്ത. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ ഇന്നലെ 4ാം ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് അന്വേഷണത്തെയും അഭിമുഖീകരിക്കാൻ യാതൊരു തരത്തിലുള്ള മടിയില്ല, മനസമാധാനമാണ് വലുത് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. ഏത് അന്വേഷണം വരട്ടെ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് CMRൽ നിന്നും അനധികൃതമായ 172 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ഉയർത്തിക്കാണിച്ചുകൊണ്ട് നിയമസഭയിൽ ഈ വിഷയം ആദ്യമായി അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ നേരെ മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുകയായിരുന്നു. വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ സഭയിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് അതിനിശിതമായ ഭാഷയിൽ ക്രുദ്ധനായിക്കൊണ്ട് തന്നെയാണ് മാത്യു കുഴൽനാടനെതിരെ മുഖ്യമന്ത്രി അന്ന് ആഞ്ഞടിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നു, എനിക്ക് വേണ്ടത്ര മനസമാധാനമുണ്ട്, എന്റെ കൈയുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ സമാധാനമായി ഇത് കേൾക്കുന്നു. അപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ലേ? അന്ന് മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമായിരുന്നില്ലേ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. അതെന്തുമാകട്ടെ, ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണ വിജയനിലേക്ക് എത്തുന്നു. വീണ വിജയനിലേക്ക് മാത്രമല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സർക്കാർ സംവിധാനമായ KSIDCക്ക് 18% ഷെയറാണ് CMRൽ ഉള്ളത് എന്നുള്ളതാണ് അറിയുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെയെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഫലത്തിൽ മുഖ്യമന്ത്രിയും മകളും പെട്ടു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഇക്കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ കമ്പനി കാര്യാലയത്തിന്റെ കീഴിലുള്ള കാര്യങ്ങൾ മാത്രമേ അന്വേഷണ പരിധിയിൽ വരികയുള്ളൂ. ഇതുകൊണ്ടാണ് ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഷോൺ ജോർജ് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു. എന്നാൽ ഇതിലെല്ലാം എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, ജനപക്ഷം എന്ന പാർട്ടി BJPയിൽ ലയിച്ചുകൊണ്ട് PC ജോർജ് BJPയിൽ അംഗത്വം എടുത്ത ദിവസം തന്നെ കേന്ദ്ര നേതാക്കളുമായി PC ജോർജും ഷോൺ ജോർജും ചർച്ച ചെയ്ത് BJPയിൽ അംഗത്വം എടുത്ത അതേ ദിവസം തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് വരുന്നത്. ഇതിൽ ഏറെ മാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് CMRൽ നിന്നും 1,72,00,000 രൂപ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് മാസപ്പടിയായി വാങ്ങി എന്നുള്ള ആരോപണത്തിൽ ബംഗളൂരു ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എക്സാലോജിക്കിന് ബംഗളൂരു ROCയിൽ നിന്നുള്ള ചോദ്യത്തിന് ഒന്നും തന്നെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് കൃത്യമായ മറുപടികൾ കൊടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല, ചില ചോദ്യങ്ങൾക്കൊന്നും മറുപടിയെ വീണ വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ എറണാകുളം ROCയുടെ കീഴിൽ നിന്നും ഇവർക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അന്വേഷണം ഉണ്ടായിരുന്നു. എറണാകുളം ROCയിലും വീണ വിജയന് കൃത്യമായ യാതൊരു തരത്തിലുള്ള മറുപടികളും ഈ കേസിനെ കുറിച്ച് ബോധിപ്പിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വമേധയാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കുറെ നാളുകളായി കേൾക്കുന്നു, വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നു എന്ന്. എന്നാൽ നാളിതുവരെയും അഭ്യൂഹങ്ങളല്ലാതെ മറ്റൊന്നും സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകളും യോഗങ്ങളും രാത്രി വൈകുവോളം നടന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതായത് ഈ കേസിനെ ഇനി ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്നുള്ളത് തന്നെയാണ് ആലോചന നടന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ BJP ഇതര മുഖ്യമന്ത്രിമാരെ ഏത് വിധേനയും ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ കേരളത്തിലെ CPM സർക്കാരിനെ, പിണറായി വിജയൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു കേസുമായി വരുന്നു എന്ന് തന്നെയാണ് CPMന്റെ ഭാഷ്യം. ഇന്നു മുതൽ CPM ഈ കേസിനെ പ്രതിരോധിക്കാൻ പോകുന്നത് രാഷ്ട്രീയമായി ഈ രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
അതെന്ത് തന്നെയായാലും ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന 1,72,00,000 രൂപ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റി എന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമായ ദുരുപദിഷ്ടമായ മറ്റു കാര്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മാസപ്പടി വിവാദത്തിൽ ഉയർന്നു കേൾക്കുന്ന 1,72,00,000 രൂപ മാത്രമല്ല വീണ വിജയന്റെ കമ്പനിയുമായി നടത്തിയിരിക്കുന്ന ഇടപാടുകൾ എന്ന് തന്നെയാണ് ഷോൺ ജോർജ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. പല കമ്പനികളുമായി നടത്തിയ ഏതാണ്ട് 40,000 കോടി രൂപയുടെ ഇടപാടുകളാണ്, കള്ള ഇടപാടുകളാണ് ഇനി പുറത്തു വരാനുള്ളത്. അതിനാണ് തീർച്ചയായും കമ്പനികാര്യ മന്ത്രാലയം മാത്രം ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ആ കാര്യങ്ങളുടെ പരിഗണനയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരികയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് താൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത്. ഇത് തന്നെയാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത്. അതായത് ഇന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന CMRL എന്ന കമ്പനിയിൽ നിന്നും 135 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലുള്ള ആളുകൾക്ക് CMRL നൽകി എന്നുള്ളതിലുപരിയായി ഏതാണ്ട് 40,000 കോടി രൂപയുടെ അനധികൃത സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. ഇതിന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ വീണ വിജയന് പങ്കുണ്ട്, എക്സാലോജിക്കിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് അടിവരയിട്ട് പറയുന്നത്. സർക്കാർ സംവിധാനമായ KSIDCക്ക് 18% ഷെയർ CMRL ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയായതിനാൽ തീർച്ചയായും ഇത്തരം ഇടപാടുകൾക്ക് മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് എടുത്തു പറയുന്ന വസ്തുത. എന്തായാലും ഇത്തരം ഒരു അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ തന്റെ പ്രയത്നം ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുള്ളത് തന്നെയാണ് ഷോൺ ജോർജ് എടുത്തു പറഞ്ഞത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഷോൺ ജോർജിന്റെ അച്ഛനായ PC ജോർജും BJPയിൽ ചേർന്നതിന്റെ അതേ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത. CPMന്റെ സമുന്നത നേതാവായ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുമായി ഷോൺ ജോർജിന് വളരെ അടുത്ത സുഹൃത്ത് ബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോടിയേരി കുടുംബത്തോട് പിണറായിയും പിണറായിയുടെ കുടുംബവും പിണറായിയുടെ വക്താക്കളും ക്രൂരമായി പെരുമാറിയതിന്റെ മറുപടി എന്നോണം അതിന് കൃത്യമായ രീതിയിൽ ഒരു കണക്ക് തീർക്കൽ എന്നോണം തന്നെ വീണ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള ഒത്തിരി രേഖകൾ ബിനീഷ് കോടിയേരി ഷോൺ ജോർജിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. ഇതിന് CPMൽ സമുന്നതരായ പലരുടെയും ഒത്താശ ബിനീഷ് കോടിയേരിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായ പല വിവരങ്ങളും ബിനീഷ് കോടിയേരി ഷോൺ ജോർജിന് കൈമാറിയിട്ടുണ്ട്. ആ പിൻബലത്തിൽ തന്നെയാണ് ഷോൺ ജോർജ് ഇത്തരം ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന് കൂടി അറിയുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിനീഷ് കോടിയേരി വീണയെ പൂട്ടിയിരിക്കുന്നു, പിണറായി വിജയനെ പൂട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ബിനീഷ് കോടിയേരി കൃത്യമായി തന്നെ കണക്ക് തീർത്തിരിക്കുന്നു. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിൽ കർണാടകത്തിൽ 1 വർഷത്തിലേറെ ബിനീഷ് കോടിയേരി കിടക്കുകയുണ്ടായി. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് പിണറായി വിജയനാണ് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പരക്കെ കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. ഇതുപോലെ തന്നെ കോടിയേരിയെ എപ്പോഴും മന്ത്രിസഭയിലെയും CPMലെയും രണ്ടാമനായി നിർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു. കോടിയേരിയെ ഒതുക്കുവാൻ വേണ്ടി പിണറായി ശ്രമിച്ചിരുന്നു എന്നുള്ള വാർത്തകളും കോടിയേരി പക്ഷക്കാർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഇതിനെല്ലാം ഒരു പ്രതികാര നടപടി എന്നോണം തന്നെയാണ് ബിനീഷ് കോടിയേരി ഇപ്പോൾ കണക്ക് തീർത്തിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തമാനം കൂടി പറഞ്ഞു കേൾക്കുന്നു. അതെന്തായാലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണ വിജയനിലേക്കും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും CMRലേക്കും KSIDCയിലേക്കും എത്തുന്നു. ഒപ്പം KSIDCക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ KSIDCയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതിനാൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത. മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണത്തിന് ഇവരെ വിളിച്ചു വരുത്തുവാനോ അല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കാണുന്ന വിവരങ്ങൾ ശരിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുവാനോ അധികാരം ഏതുമില്ല എന്നിരിക്കെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ഉണ്ട് എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു അറിവ് തന്നെയാണ്. അതായത് അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ വിജയൻ നൽകുന്ന മറുപടികളൊന്നും തന്നെ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ വീണ വിജയന് എക്സാലോജിക് എന്ന കമ്പനിക്കും ഈ പറയുന്ന ആരോപണങ്ങളിൽ പങ്കുണ്ട്, കഴമ്പുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം, എടുത്തു പറയേണ്ട വിവരം. അങ്ങനെയാണെങ്കിൽ വീണ വിജയന് എതിരെയാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്, തെളിവുകളെല്ലാം അവർക്കെതിരെയാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ അവർ അറസ്റ്റിലേക്ക് നീങ്ങുന്നു, ജയിലിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ വീണ വിജയന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വരുമ്പോൾ വീണ വിജയൻ അറസ്റ്റിലാകുമോ, മുഖ്യമന്ത്രിയിലേക്ക് കുരുക്കുമുറുകുമോ, ഇത് മന്ത്രിസഭയെ തന്നെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.